നോളജ് വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ഡൈപോളിനെ കുറിച്ച് പഠിച്ചു, ഡൈപോൾ മൊമെൻറ്റ് പഠിച്ചു അല്ലേ. പിന്നെ ഒരു ഡെറിവേഷനും പഠിച്ചു. എന്ത് ഡെറിവേഷനായിരുന്നു നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് ഡൈപോളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഇപ്പോൾ -q ഒരു ഡൈപോളിനെ നമ്മൾ കൺസിഡർ ചെയ്തു. -q + q എന്ന് പറഞ്ഞ് അതിൻ്റെ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതല്ലേ അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആക്സിസിൽ ഒരു പോയിന്റ് Pനെ നമ്മൾ അടയാളപ്പെടുത്തി. അത് സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് അകലത്തിലാണ് നമ്മൾ P എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്തു. A+q -q ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ +q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, -q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ട് അവസാനം നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തി. എന്ത് ഇക്വേഷനായിരുന്നു? ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³ എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. അത് ഏതിൻ്റെ കേസായിരുന്നു? ആക്സിസിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈപോൾ മൂലം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത് ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് അവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ ഈ ഡൈപോൾ മൂലം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്കതിലേക്ക് കിടക്കാം. ഡൈപോൾ മൂലം ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഇനി അടുത്തത് കിട്ടേണ്ടത് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അവിടെ ചെയ്ത പോലെ തന്നെ ഒരു ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. ഞാൻ അവിടെ ചെയ്ത പോലെ തന്നെ എന്ന് പറയാൻ കാരണം നിങ്ങൾ രണ്ട് ഡെറിവേഷൻസ് പഠിക്കുമ്പോഴും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമാണത്. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു -q എന്ന് പറഞ്ഞ ചാർജ്, ഇത് +q എന്ന് പറഞ്ഞ ചാർജ് ആണല്ലോ. ഒരു ഡൈപോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? a ആണ്. ഇവിടുന്ന് a. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെൻറ്ററിൽ നിന്ന്, അത് O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് അകലത്തിൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യണം. അതിനെ ഞാൻ P എന്ന് വിളിക്കുകയാണ്. ഇക്വറ്റോറിയൽ ലൈനിൽ ഈ ലൈനിൽ ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഇവിടെ P എന്ന് പറഞ്ഞ പോയിന്റ്, ഒരു ഓയിൽ നിന്ന് ഡിസ്റ്റൻസ് അകലത്തിൽ P എന്ന് പറഞ്ഞ പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി -q ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ A എന്ന് വിളിച്ചു, +q ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ B എന്ന് വിളിച്ചു. ഇനി ഇവർ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യിക്കാമല്ലോ. ഇപ്പോൾ നോക്കിയേ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ അടുത്ത് ചെയ്തത്. അപ്പോൾ അവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ +q -q അതിൻ്റെ ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ് ഇനി അടുത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ +q മൂലം ആദ്യം തന്നെ നമുക്ക് -q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാം. വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ -q എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ -qനെ എന്ത് ചെയ്യും? ഈ -q ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എന്താ ചെയ്യുക? അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക അല്ലേ. അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. -qൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ആണല്ലോ. ഇതേ ഡയറക്ഷൻ ആയിരിക്കും. ഞാൻ അതിന് E1 എന്ന് വിളിച്ചു. ഇനി അടുത്തതോ +q ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് q എന്ന് പറഞ്ഞ ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യും? അതിൻ്റെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കില്ല. അതായത് അതിനെ അങ്ങോട്ട് പറഞ്ഞു വിടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് വിളിച്ചു? അപ്പോൾ രണ്ട് ഡയറക്ഷൻസ് കിട്ടി. പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും രണ്ട് ഡയറക്ഷൻസ് നമുക്ക് കിട്ടി. ഇനി അവിടെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? നമ്മൾ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഓരോന്നിൻ്റെയും E1ഉം E2 മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് നമ്മൾ അവിടെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കി എങ്ങനെ എഴുതണ്ടേ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ആര് മൂലം? ഡ്യൂ ടു ആദ്യം തന്നെ -q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. -q മൂലമുള്ളത് എങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇക്വേഷൻ വരാം? E1 -q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E1 തന്നെ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ E1 = 1/4πε0 q/r² ആണ്. r² എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഡിസ്റ്റൻസ് ആണ്.
അല്ലേ? ഏത് ഡിസ്റ്റൻസ്? എ പി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ പി സ്ക്വയർ. എ പി സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. പൈതഗോറസ് തിയറത്തിൽ എന്തായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണല്ലോ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ? അപ്പോൾ എഴുതാമല്ലോ. ഫ്രം എ ഒ പി എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാംഗിൾ നമുക്ക് യൂസ് ചെയ്തിട്ട് എ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഒ സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ആണ്. അതായത് എ പി സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ ഒ സ്ക്വയർ. എ ഒ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? എ സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എ പി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. നമുക്ക് എ പി സ്ക്വയർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? E1 ഈസ് ഈക്വൽ ടു 1/4πε0 Q/a സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇക്വേഷൻ കിട്ടിയല്ലോ. അതിൻ്റെ ഡയറക്ഷൻ എഴുതാണെങ്കിൽ ഏത് ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്? പി എ. ഇങ്ങോട്ടേക്കല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലോങ് പി എ. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക്. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് E2 എന്നാണ്. അപ്പോൾ E2 is equal to 1/4πε0 Q/ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എത്രയാണ്? ഇതാണ്, ബി പി ആണ്. ബി പി സ്ക്വയർ ആണല്ലോ. ബി പി സ്ക്വയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? E2 is equal to, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും 1/4πε0 Q/, ഇതുപോലെ തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബി പി സ്ക്വയർ എത്ര കിട്ടും? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? എലോങ് ഏത് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്? ബി പി എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. E1ഉം E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ്, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? സെയിം അല്ലേ? രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് നോക്കിയേ. E1ൻ്റെ 1/4πε0 Q/a സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇവിടെയോ E2 is equal to 1/4πε0 Q/a സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ E2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എടുക്കാം? E1 ഈസ് ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു E. അതായത് ഇയുടെ വാല്യൂ എത്രയാണ്? 1/4πε0 Q/a സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇനി നമ്മൾ അവിടെ എന്താ ചെയ്തിരുന്നത്? ആക്സിസിന് ഡെറിവേഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇനി റിസൾട്ടൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും റിസൾട്ടൻ്റ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നോക്കിയേ, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൻറ്റ്, അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ഈക്വൽ ടു E1 പ്ലസ് E2, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. അതേസമയം E1ഉം ഇപ്പം ഇത് E1 E2, ഇനി E1ഉം E2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ നെറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു E2 മൈനസ് E1, അല്ലെങ്കിൽ E1 മൈനസ് E2 മൈനസ് E1 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അതായത് ഇവിടെ ഏത് സൈൻ വരും? മൈനസ് വരും. പക്ഷെ ഇവിടുത്തെ കേസിലൊന്ന് നോക്കിയേ, രണ്ടും ഒരു പ്രത്യേക ആംഗിളിലാണ് രണ്ടും ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിന് നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ അത്ര ഈസി ആയിട്ട് നമുക്ക് പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കമ്പോണൻസ് ആയിട്ട് തിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് കമ്പോണൻസ് ആയിട്ട് തിരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതിനെ 2 കമ്പോണൻസ് ആയിട്ട് നമ്മളിതിനെ തിരിക്കാം. എങ്ങനെയാണ് തിരിക്കേണ്ടത്? ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിന് 2 കമ്പോണൻസ് ആയിട്ട് ഞാൻ തിരിച്ചില്ലേ? E2നെ 2 കമ്പോണൻസ് ആയിട്ട് ഞാനിപ്പോൾ തിരിച്ചു. അപ്പോൾ ഞാനിതൊന്നുകൂടി ഈ ഭാഗം മാത്രമായിട്ട്, E2ൻ്റെ ഭാഗം മാത്രമായിട്ട് ഞാനിപ്പോൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. E2ൻ്റെ ഭാഗം മാത്രം. ഇനി നോക്കിയേ, ഇത് ഞാൻ തീറ്റ എന്നെടുക്കുകയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റയായിരിക്കും. അതുപോലെ ഞാൻ ഈ ആംഗിളിനെ തീറ്റ എടുക്കുകയാണെങ്കിൽ ആയിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നേ?
നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതായിരുന്നു ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്? ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതോ 70 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇതും 110 ഡിഗ്രി ആയിരിക്കും. ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഏത്? ഓൾട്ടർനേറ്റ് ആംഗിൾസിനെ കുറിച്ച് അല്ലേ? അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതോ അതിൻ്റെ അപ്പോൾ ഞാനിതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ പോലെ ആ ഒരു രീതിയിലേക്ക് ആയില്ലേ? അപ്പോൾ നോക്കി, ഇത് തീറ്റയാണെങ്കിൽ നമുക്ക് ഇതിനെ തീറ്റ എന്ന് വിളിക്കാം. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ആണല്ലോ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ E2നെ ഞാനിപ്പോൾ ഒന്നുകൂടി വരയ്ക്കുകയാണ്. E2നെ ഞാൻ മാത്രമായിട്ട് E1നെയും E2നെയും മാത്രമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണല്ലോ E2 എന്ന് പറയുന്നത്. ഇത് 2 കമ്പോണൻസ് ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ തീറ്റയാണ്. ഈ ആംഗിൾ, അതായത് ഈ ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. നമുക്കിതിനെ എന്ത് വിളിക്കാം? E2 എന്ന് വിളിക്കാം. ഇതെന്ന് പറയുന്നത് ഏത് കമ്പോണൻ്റാണ്? +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ E2 നമുക്ക് എന്ത് വിളിക്കാം? സൈൻ തീറ്റ. ഇതെന്ന് പറയുന്നത് കോസ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ വിളിക്കാം? E2 കോസ് തീറ്റ. കോസ് കമ്പോണൻ്റ് അല്ലേ അത്? E2 കോസ് തീറ്റ. അതുപോലെ തന്നെ ഇനി E1നെ നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ. E1ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കായിരുന്നു E1ൻ്റെ ഡയറക്ഷൻ. E1നെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചൂടെ? ഇത് E1ൻ്റെ 2 കമ്പോണൻസ് ആയിട്ട് തിരിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ഈ കമ്പോണന്റ് എക്സ് ആക്സിസും വൈ ആക്സിസും ആണല്ലോ. 2 കമ്പോണൻസ് ആയിട്ട് നമ്മൾ തിരിച്ചുല്ലോ. ഇനി അതിനെ നമുക്ക് ഇതുപോലെ തന്നെ കമ്പോണൻസ് മാർക്ക് ചെയ്യാലോ. എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം? ഇത് ഏത് കമ്പോണൻ്റ് ആണ്? സൈൻ കമ്പോണൻ്റ് ആണ്. അതായത് E1 സൈൻ തീറ്റ. ഇതെന്ന് പറയുന്നതോ കോസ് കമ്പോണൻ്റ് ആണ്. അപ്പം E1 കോസ് തീറ്റ. കിട്ടിയല്ലോ. ഇത് നമ്മൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. കിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി രണ്ടിനും നോക്കി. ഇവിടെ E2 സൈൻ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു. E1 ഈസ് ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു E ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ E1 ഈസ് ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു E ആണെങ്കിൽ ഇപ്പോൾ E2ഉം E1ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് E തന്നെയാണ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അവിടെ സെയിം ആണ്. അപ്പോൾ E2 സൈൻ തീറ്റയും E1 സൈൻ തീറ്റയും നോക്കിയേ, രണ്ടും ഈക്വൽ ആണ്. പക്ഷെ രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? E1 സൈൻ തീറ്റ ആൻഡ് E2 സൈൻ തീറ്റ ആർ ഈക്വൽ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാ വരാം? E2 സൈൻ തീറ്റ മൈനസ് E1 സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ E2 സൈൻ തീറ്റ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് E1 സൈൻ തീറ്റ വരുന്നത്. അപ്പോൾ മൈനസ് E1 സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താ? 0 ആണ്. അതേസമയം ഇവിടുത്തെ നോക്കിയേ, കോസ് കമ്പോണൻറ്റ് നോക്കിയേ, E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പ്ലസ് ചെയ്യാം ആണല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതാം? അപ്പോൾ E2 കോസ് തീറ്റ പ്ലസ് E1 കോസ് തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു E2 എന്ന് പറയുന്നത് E തന്നെയല്ലേ? E2 ഈസ് ഈക്വൽ ടു E1 ഈസ് ഈക്വൽ ടു E തന്നെയല്ലേ? അപ്പോൾ E കോസ് തീറ്റ പ്ലസ് E കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2E കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തോളൂ. നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ഷൻ നമുക്ക് അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടണം. അപ്പോൾ നോക്കിയാൽ E1ഉം E2ഉം ഒരു പ്രത്യേക ആംഗിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ രണ്ടിനെയും കമ്പോണൻസ് ആയിട്ട് തിരിക്കുകയാണ്. E1നെ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചത് ഞാൻ ഇവിടെ എഴുതിയതാണ്. ഇവിടെ ഞാൻ എല്ലാം കൂടി എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എഴുതിയത്. അപ്പോൾ ഇവിടേക്ക് എഴുതാണെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ എഴുതുമ്പോൾ E2 കോസ് തീറ്റ, ഇവിടെ E1 കോസ് തീറ്റ, E1 സൈൻ തീറ്റ. ഞാൻ ഇത് അങ്ങനെ തന്നെ ഇവിടേക്ക് ഈ ഫിഗറിലേക്ക് എഴുതിയതാണ്. എല്ലാം കൂടി ഞാൻ ഈ ഫിഗറിലേക്ക് എഴുതിയ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചത്. ഇനി നോക്കി, അപ്പോൾ നമ്മൾ നോക്കി 2 കമ്പോണൻസും E2 സൈൻ തീറ്റയും E1 സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അതേസമയം E2 കോസ് തീറ്റയും E1 കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാം? E2 കോസ് തീറ്റ പ്ലസ് E1 കോസ് തീറ്റ
ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ കോസ് തീറ്റ പ്ലസ് ഇ കോസ് തീറ്റ എന്ന് വിളിച്ചൂടെ? അപ്പോൾ എന്ത് വരും? 2e കോസ് തീറ്റ എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നോക്കിയേ, ഇവിടെ 2e കോസ് തീറ്റ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2e കോസ് തീറ്റ ആണല്ലോ. 2e കോസ് തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇയുടെ വാല്യൂ 1/4πε0 q/a² പ്ലസ് r² ആണല്ലോ. ഇൻറ്റു പിന്നെ ആരും കൂടി ഉണ്ട് ഇവിടെ? ഒരു കോസ് തീറ്റയും കൂടി ഉണ്ട് ആണല്ലോ. അപ്പോൾ നോക്കി, നമുക്ക് ഇനി അതിന് ചെയ്യാലോ. കോസ് തീറ്റ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ? കോസ് തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? ഫ്രം ട്രയാങ്കിൾ PBO. PBO എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാ? PBO. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ട്രയാങ്കിൾ PBO കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ട്രയാങ്കിളിൽ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ എങ്ങനെ ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റയുടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ? ഇതാണ് അല്ലേ? എ ആണല്ലോ അവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏത് ഭാഗം? ഈ ഭാഗമാണല്ലോ, BPയുടെ ഭാഗം. അതിന് നമുക്ക് BP എന്ന് എഴുതാം അല്ലേ? നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് BP² എന്ന് പറയുന്നത്. BP എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. BP² ഇസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് BP² ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് A² പ്ലസ് R² ആണ് അല്ലേ? അത് നമ്മൾ നേരത്തെയും കണ്ടുവെച്ച ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ BP എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് A² പ്ലസ് R². നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുള്ളത്, മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? BP ഈസ് ഈക്വൽ ടു A² പ്ലസ് R² ഓൾ റേസ് ടു 1/2 എന്ന് എഴുതിയാലും സെയിം തന്നെയല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു A ബൈ BPയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? A² പ്ലസ് R² ഓൾ റേസ് ടു 1/2 എന്ന് വരും. ഇനി ഈ കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഈ കോസിൻ്റെ സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്തൂടെ? അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 q/a² പ്ലസ് r² ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ അപ്ലൈ ചെയ്യാലോ. കോസ് തീറ്റയുടെ വാല്യൂ എന്താ? A ബൈ A² പ്ലസ് R² ഓൾ റേസ് ടു 1/2 ആണല്ലോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് എത്രയാണ്? A⁻m പ്ലസ് n ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ A² പ്ലസ് R² ഇൻറ്റു A² പ്ലസ് R² ഓൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പം A⁻m ഇൻറ്റു A⁻n ഫോർമുലയിലാണ് കിടക്കുന്നത്. അപ്പം ഇപ്പോൾ പവറുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ A² പ്ലസ് R² ഓൾ റേസ് ടു, ഇവിടെ ഇതിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1/2, അതായത് 3/2 അല്ലേ കിട്ടാൻ നമുക്ക്? A² പ്ലസ് R² ഓൾ റേസ് ടു 3/2 എന്ന് നമുക്ക് കിട്ടും ആണല്ലോ. 2 ഇൻറ്റു 1/4πε0 q/a² പ്ലസ് R² ഓൾ റേസ് ടു 3/2. 3/2 കിട്ടിയതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ? ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2a ആണ് ആണല്ലോ. അപ്പോൾ നോക്കിയേ, Q ഇൻറ്റു ഇവിടെ ഒരു Q ഉണ്ട്, 2 ഉണ്ട്, A ഉണ്ട്. Q ഇൻറ്റു 2a. അപ്പോൾ നമുക്ക് അതിന് ഒരുമിച്ച് എഴുതാമല്ലോ. അപ്പോൾ 1/4πε0 Q ഇൻറ്റു 2a ബൈ A² പ്ലസ് R² ഓൾ റേസ് ടു 3/2 എന്ന് എഴുതി ആണല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? P എന്ന് വിളിച്ചൂടെ? ഈസ് ഈക്വൽ ടു 1/4πε0. ഇതിന് Q ഇൻറ്റു 2a എന്ന് പറയുന്നത് P ആണ്. P ബൈ A² പ്ലസ് R² ഓൾ റേസ് ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4πε0 P ബൈ A² പ്ലസ് R² ഓൾ റേസ് ടു 3/2 ആണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ കിട്ടിയ നമ്മുടെ ഇക്വേഷന് ഞാനൊന്ന് മുകളിലേക്ക് എടുത്ത് എഴുതാണ്. ഈ നെറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 P ബൈ A² പ്ലസ് R² ഓൾ റേസ് ടു 3/2 എന്ന് ഞാൻ എടുത്ത് എഴുതാണ് ചെയ്യുന്നത്.
അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് ആർ എന്ന് പറഞ്ഞ ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണ് എന്ന് വിചാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എ എന്ന് പറഞ്ഞ ഈ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒരുപാട് ദൂരത്താണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കണേന്ന് വിചാരിക്കുക. ഒരുപാട് ദൂരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റത്താണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കണേന്ന് വിചാരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം അല്ലേ? ഒരു വലിയ ഡിസ്റ്റൻസ് കുഞ്ഞ് ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുഞ്ഞ് ഡിസ്റ്റൻസിന് നമ്മൾ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയും ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ നോക്കി, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/4πε0 P/, എനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാലോ. എനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എയുടെ സ്ഥാനത്ത് 0 ആവുമല്ലോ, പ്ലസ് r² 3/2. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 P/r² 3/2. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാലോ, r² ഇൻറ്റു 3/2 എന്ന് പറയുന്നത് 3 2 2 ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എന്താ കിട്ടുക? r³ ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ നെറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/4πε0 P/r³ എന്ന് കിട്ടും. അപ്പോൾ along the equatorial ലൈനിൽ ഡൈപോൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 P/r³ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാം, ഡെറിവേഷനായിട്ടും ചോദിക്കാം. അപ്പോൾ ഞാനിതിനെ ഒന്നുകൂടി പറയാണ്. എന്താ നമ്മൾ ചെയ്തിരുന്നത്? നമ്മളൊരു ഡൈപോളിനെ കൺസിഡർ ചെയ്തു. ആ ഡൈപോളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് A, ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് A എന്നെടുത്തു. ഈ സെൻറ്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലത്തിൽ P എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തത്? പ്ലസ് ക്യൂവിൻ്റെയും മൈനസ് ക്യൂവിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തു. പ്ലസ് ക്യൂ ആയതുകൊണ്ട് E2 ഈ ഡയറക്ഷനിലേക്കാണ്, മൈനസ് ക്യൂ ആയതുകൊണ്ട് E1 ഈ ഡയറക്ഷനിലേക്ക് ഞാൻ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? E1ൻ്റെയും E2ൻ്റെയും ഇക്വേഷൻസ് എഴുതി. E1ൻ്റെയും E2ൻ്റെയും ഇക്വേഷൻ എന്താ? E1 is equal to 1/4πε0 Q/r². r² എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, E1 എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അതായത് AP-യുടെ സ്ക്വയർ എന്ന് വരും അല്ലേ? AP സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഏതിൻ്റെ നമ്മളെടുത്ത് ചെയ്തിരുന്നത്? പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതി. അതായത് 1/4πε0 Q/BP² അല്ലേ? അത് വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് രണ്ടിനെയും കൂടി നമ്മൾ ഒറ്റ പേരിൽ വിളിച്ചു, E എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചു. അതായത് E is equal to 1/4πε0 Q/r² A² എന്ന പേരിൽ നമ്മൾ വിളിച്ചു. ഇനി അടുത്ത് നമ്മൾ എന്താ? നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യലാണ്. പക്ഷേ ഡയറക്ഷൻ മാർക്ക് ചെയ്യലെന്ന് വെച്ചാൽ ഇത് ഒരു E1ഉം E2ഉം പല ഡയറക്ഷനിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ തിരിച്ചു. കമ്പോണൻസ് ആയിട്ട് തിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കി? നമ്മൾ ഇപ്പോൾ രണ്ട് കമ്പോണൻസ്, E2ന് രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. അതായത് E2 sin θ, E2 cos θ. E1ന് രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. E1 sin θ, E1 cos θ. അതിൽ E1 sin θ E2 cos θ എന്ന് പറയുന്നത് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ E2 cos θ E1 cos θ സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2E cos θ എന്ന് നമുക്ക് കിട്ടും. അതായത് E cos θ പ്ലസ് E cos θ, അതായത് 2E cos θ എന്ന് കിട്ടും. cos θ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതായത് 1/4πε0 P/A² + r² all raised to 3/2 എന്നൊരു ഇക്വേഷൻ കിട്ടി. പിന്നെ നമ്മൾ എന്തൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു? അതായത് ഇഫ് R എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A ആണെങ്കിൽ എനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആണ് ഈ നെറ്റ് എന്ന് പറയുന്നത് 1/4πε0 P/r³.